Good morning, മക്കളെ. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ ചെയ്യാവേ. ഇൻ ദ പിക്ചർ പെർപെൻഡിക്കുലർ ഫ്രം ബോട്ടം ആർ ഈക്വലി സ്പേസ്ഡ്. ഇത് കണ്ടോ, ഇതാണ് ഫിഗർ. ഇതാണ് ബോട്ടം സൈഡ്. അത് പെർപെൻഡിക്കുലർ വരച്ച് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈക്വൽ, അതായത് ഈ ഡിസ്റ്റൻസുകൾ സെയിം ആണ്. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നീണ്ട് നമ്മൾ പിന്നെ നീട്ടി അങ്ങ് വരയ്ക്കുവാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈനുകളില്ലേ, അവരത് അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നത്. അതായത് ഈ ലെങ്തുകള് ഇതിങ്ങനെ നീങ്ങുന്നതനുസരിച്ച് ഇതിന്റെ നീളം കൂടി, ഈ പെർപെൻഡിക്കുലറിന്റെ നീളം കൂടി വരുന്നുണ്ടല്ലോ അല്ലെ? ഈ നീളമാണോ ഇത്? അല്ലല്ലോ, അതല്ലല്ലോ. അപ്പൊ ഈ കൂടി വരുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അതായത് കൃത്യം അളവിലാണ്. ഇപ്പൊ 1 സെന്റിമീറ്റർ വീതം കൂടുന്നെങ്കിൽ എല്ലാത്തും 1 സെന്റിമീറ്റർ. ഇതിപ്പോ 1 ആണെങ്കിൽ ഇത് 2, ഇത് 3, ഇത് 4, അങ്ങനെ പോകുന്നതാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അളവൊന്നും തന്നിട്ടില്ല, നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗറിനെ ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി വരച്ചത്. എങ്ങനെ? പെർപെൻഡിക്കുലർസിന് പേര് കൊടുത്തു. ABCD EFGH IJ അങ്ങനെ പേര് കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഓരോ സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് നമ്മുടെ തിയറൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ആ തിയറത്തിലേക്കൊന്നും പോകണ്ട. നമുക്കിപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ 2 ട്രയാങ്കിൾസ് എടുക്കുകയാണ്. ഇത് ആൻസർ ഇങ്ങനെയാണ്: കൺസിഡർ ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിൾ OABയും അടുത്ത ട്രയാങ്കിൾ OCD കണ്ടോ, ആർ സിമിലർ ആണ്. ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന്. അതേതാണ്? ഞാൻ ഇവിടുന്ന് മാറ്റി വരയ്ക്കാവേ. ഏതാണ്? ഈ OABയും പിന്നെ അതിന്റെ താഴെ കാണുന്ന ചില നീളം കൂടുതലുണ്ട് അല്ലേ, OCD കണ്ടോ. OAB OCD സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, എങ്ങനെ മനസ്സിലായി സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന്? നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ കോമൺ ആണ്, അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി കുറവുള്ള, സെയിം ആണല്ലോ. പിന്നെ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണല്ലോ. ഇത് കണ്ടോ, പെർപെൻഡിക്കുലർ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വരയ്ക്കുന്നത് എന്ത് ലൈൻസ് ആണ്? പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതിന്റെ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 90 അല്ലെ, ഇതെല്ലാം 90 ഡിഗ്രിയാ. കണ്ടോ, 90 ഡിഗ്രിയാ. അപ്പൊ ഇത് എന്നാ ട്രയാങ്കിൾ ആ? ഒരു ആംഗിൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ? 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ റൈറ്റ് ആംഗിളിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരെണ്ണം റൈറ്റ് ആംഗിളും ഒരു ആംഗിള് അക്യൂട്ട് ആംഗിൾ, അതായത് ഒരു ചെറിയ ആംഗിൾ 90 ഡിഗ്രി താഴെയുള്ള ഒരു ആംഗിള് സെയിം ആണ്. ഇവർക്ക് രണ്ടുപേർക്ക് സെയിം ആ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസ് എന്നാണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. മനസ്സിലായോ? ഒരു കോൺഗ്രുവന്റ് ആണ്. ഫോർ ദേ ആർ സിമിലർ ആണെങ്കിൽ നമുക്ക് അവരുടെ സൈഡ്സ് ആർ പ്രപ്പോർഷണൽ. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. സിമിലർ ആയിട്ട് സൈഡ്സ് എന്നാണ്? സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് എഴുതാം OA/OC. 2 ട്രയാങ്കിൾസ് ആണ്, 2 സൈഡ്സ് സെയിം സൈഡിലുള്ള സൈഡ്സ്. OA/OC ഇത് കണ്ടോ, ഇത് രണ്ടും അടുപ്പിച്ച് കിടക്കുന്നത്. OA/OC ഇസ് ഈക്വൽ ടു എന്നാന്ന് എഴുതാം? AB/CD. CD. OA/OC is equal to AB/CD. നിങ്ങൾ വിചാരിക്കില്ല ഞാൻ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ഞാൻ നമ്മുടെ ജിയോമെട്രിയിലെ ഭാഗം പഠിപ്പിക്കുകയാണ്, അതൊന്നും വിചാരിക്കരുത്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുവാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. മനസ്സിലായ മക്കളെ? ഇവിടെ നമുക്ക് ഈ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതണം. എങ്ങനെ പ്രൊപ്പോർഷണൽ ആയതെങ്ങനെയാണ്? നമ്മൾ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു, OABയും OCDയും. ഇവിടെ നോക്കിയാൽ ഈ 2 ട്രയാങ്കിൾസ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വരച്ച് 2 പേരുടെ ഒരാംഗിൾ 90 ഡിഗ്രി ആണ്. എങ്ങനെയാണ് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായത്? ഇത് പെർപെൻഡിക്കുലേഴ്സ് ആണ് വരച്ചത്. പെർപെൻഡിക്കുലേഴ്സ് വരച്ചാൽ ആംഗിൾസ് 90 ഡിഗ്രി ആണ്. വന്ന് മുട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി. ഒരാംഗിൾ 90 ആണ്. അവർക്ക് 2 പേർക്കും കോമൺ ആയിട്ടുള്ള ആംഗിൾ ഉണ്ട്, O എന്ന് പറയുന്നത്. അത് 2 സെയിം ആണ്, 2 അക്യൂട്ട് ആംഗിൾ ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾസ് ആർ സിമിലർ. ട്രയാങ്കിൾസ് സിമിലർ ആണ്, സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? OA/OB is equal to AB/CD. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നോക്കിയേ, OA/OC. ഇപ്പൊ ഞാൻ ഈ OA എന്നുള്ള നീളം X കൊടുക്കുക. ഈ എല്ലാ നീളം എത്ര തന്നെ ആയിരിക്കും?
എക്സ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? അവർ പറഞ്ഞിട്ടുണ്ട് ബോട്ടം ആർ ഈക്വലി ഡിവൈഡഡ് എന്ന്. നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഈ ബോട്ടത്തിനെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ നീളങ്ങള് സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇത് എക്സ് ആണെങ്കിൽ ഇതിലെല്ലാം എക്സ് അല്ലേ? അപ്പൊ നോക്കിയേ, ഒ എ ബൈ അപ്പൊ ഒ എക്ക് ഞാൻ എക്സ് കൊടുത്താൽ ഒ സിക്ക് എന്നാ കൊടുക്കാം? ഒരു എക്സ് കൂടെ കൂട്ടി 2x എന്ന്. അതായത് ഒ എക്ക് ഞാൻ എക്സ് കൊടുത്താൽ ഒ സിക്ക് ഞാൻ എന്നാ കൊടുക്കും? 2x എന്ന് കൊടുക്കും. മനസ്സിലായോ? അതായത് ഇവിടെ ഈക്വലി ആണ് ഡിവൈഡ് ചെയ്തത്. ഒയുടെ നീളം എക്സ് ആണെങ്കിൽ ഒ സി എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്, 2x എന്ന് കൊടുത്തു. മനസ്സിലായോ? ഇതൊന്ന് റബ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഒ എ ബൈ ഒ സി ഇപ്പൊ എന്നാന്ന് കിട്ടി? എക്സ് ബൈ 2x എന്ന് കിട്ടി. ഒ എ ബൈ ഒ സി എന്തിനു തുല്യമാണ്? എ ബി ബൈ സി ഡിക്ക് തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതാമല്ലോ, എക്സ് ബൈ 2x ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി എന്ന് എഴുതാമല്ലോ. എഴുതാമേ? ഓക്കെ, ഒ എ ബൈ ഒ സി എ ബി ബൈ സി ഡി അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു? ഒ എ ബൈ ഒ സി എ ബി ബൈ സി ഡിക്ക് തുല്യമാണെന്ന് പറഞ്ഞു. ഈ ഒ എ ബൈ ഒ സി ആർക്ക് തുല്യമാണ്? എക്സ് ബൈ 2x തുല്യമാണെങ്കിൽ ഇവർക്ക് തുല്യമായിരിക്കത്തില്ലേ? മനസ്സിലായോ? അതായത് നിങ്ങളും നിങ്ങളുടെ പേര് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാളും ബി എന്ന് പറയുന്ന ഒരാളും ഫ്രണ്ടാണ്. എയ്ക്ക് വേറൊരു ഫ്രണ്ടുണ്ട്, സി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എയ്ക്ക്. അങ്ങനെയാണെങ്കിൽ വേണേ ബിക്കും സിയുടെ അങ്ങനെ പരിചയം വന്നിട്ട് ബിക്ക് സിയുടെ ഫ്രണ്ട് ആകാമല്ലോ. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞ, തെറ്റിപ്പോയോ? ചുമ്മാ പറഞ്ഞ അങ്ങനെ ആകാമല്ലോ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ടല്ലേ, അതുപോലെ. അപ്പൊ എക്സ് ബൈ 2x എ ബി ബൈ സി ഡിക്ക് തുല്യമാണ്. ഞാൻ ഈ എക്സും കൂടെ അങ്ങ് മേളിൽ താഴെ എക്സ് കിടക്കുന്ന ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പൊ മേളിൽ എന്നാ വന്നു? 1/2 ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി. ഇതൊന്ന് ക്രോസ് ചെയ്യാൻ പോകും ഞാൻ. 1 ഇൻറ്റു സി ഡി എന്ന് പറഞ്ഞാൽ 2ab. 2 ഇങ്ങോട്ട് വെച്ചു, 2ab. കണ്ടോ? സി ഡി എന്ന് പറഞ്ഞാല് എ ബിയുടെ 2ab ആണ്, 2 ഇരട്ടിയാണ്. മനസ്സിലായ മക്കളെ? ഇത് വന്നത് ആദ്യം നമ്മൾ സിമിലർ ആണെന്ന് തെളിയിച്ചിട്ട് നമ്മൾ എന്നാ എഴുതി? പ്രൊപ്പോർഷണൽ ആണ് എഴുതി. എങ്ങനെ? ഒ എ ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി ആണ് എഴുതിയിട്ട് ഈ ഒ എ ബൈ ഒ സി ആർക്ക് തുല്യമാണെന്ന് എഴുതി? എക്സ് ബൈ 2x. ഇതാണ് എക്സ്, ഇത് 2x. ഒ സിയുടെ നീളം 2x. എന്നിട്ട് നമ്മള് ഇവരുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്തപ്പം നമുക്ക് സി ഡി എന്ന് പറഞ്ഞാൽ നോക്കി, ഈ നീളം എന്ന് പറഞ്ഞാല് ഇതിന്റെ 2ab ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എഴുതാം. ആര്? ഇ എഫ് എന്ന് പറഞ്ഞാൽ സി ഡിയുടെ നമ്മൾ ചെയ്തെടുക്കുന്ന, നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്കിപ്പോ മനസ്സിലാകും. അപ്പൊ സി ഡിയുടെ അതായത് എ ബിയുടെ സി ഡി കിട്ടിയല്ലേ? സി ഡി എന്ന് പറഞ്ഞാൽ എ ബിയുടെ 2 ടൈംസ്. അങ്ങനെയാണെങ്കിൽ സി ഡി അടുത്ത ഏതാണ്? ഇ എഫ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആയിരിക്കും? 3ab ആയിരിക്കും. മനസ്സിലായോ? ഇ എഫ്. അതുപോലെ ജി എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 4ab ആയിരിക്കും. നമ്മളിങ്ങനെ ഈ സിമിലാരിറ്റി വെച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. നമുക്ക് അല്ലെങ്കിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ നോക്കി സി ഡി. അപ്പൊ ഇതൊന്ന് കളഞ്ഞേക്കട്ടെ, മേളത്തേനും വേണ്ടല്ലോ കേട്ടോ. അപ്പൊ എന്തെഴുതാം? കേട്ടോ, എ ബിയുടെ നീളം ആദ്യം എ ബി. ഈ സീക്വൻസ് എങ്ങനെ വരുന്നത്? ഈ നീളം അതായത് പെർപെൻഡിക്കുലേഴ്സിന്റെ നീളം എ ബി. അടുത്തത് വന്നപ്പോ എന്നാണ്? സി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ab. അടുത്ത ഇ എഫിന്റെ നീളം നമുക്ക് എന്നാ കിട്ടി? 3ab. അടുത്ത നമുക്ക് ജി എച്ചിന്റെ നീളം എന്നാ കിട്ടും? 4ab. ഇങ്ങനെ പോവാ. നോക്കി, ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? സെയിം കോമൺ ഡിഫറൻസ് എ ബി. ഇത് 1, 2, 3, 4. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? എ ബി. അപ്പൊ നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസ് ഈസ് എ ബി. അതായത് എന്നാണ്? 2ab 1ab കുറച്ചാൽ 1ab. അതുകൊണ്ടാണ് 3ab 2ab കുറച്ചാൽ 1ab. വെറും 1ab എന്ന് പറഞ്ഞാൽ വെറും ab എന്ന് പറഞ്ഞാൽ 1ab എന്നാണ് അർത്ഥം. അപ്പൊ കോമൺ ഡിഫറൻസ് ab ഉണ്ട്. സോ ഇറ്റ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. മനസ്സിലായോ മക്കളെ? ഇച്ചിരി കൺഫ്യൂഷൻ ആവുമോ? ഒന്നുമില്ല. ഇവിടെ സിമിലർ ആണെന്ന് മനസ്സിലായില്ലേ? സിമിലർ എങ്ങനെ ആയെന്ന് മനസ്സിലായില്ലേ? 2 ട്രയാങ്കിൾസ് എടുത്ത് ഒ എ ബിയും ഒ സി ഡി എടുത്തു. ഇത് ഒരെണ്ണം റൈറ്റ് ആംഗിൾ ആണ്, ഒരെണ്ണം സെയിം അക്യൂട്ട് ആംഗിൾ ആണ്. സിമിലർ ആയിട്ട് നമുക്ക് എന്നാണ്? സൈഡ്സ് പ്രപ്പോർഷൻ ആയിട്ടാണ് നമ്മൾ എന്താ എഴുതി? ഒ എ ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി. കണ്ട? പക്ഷേ ഒ എക്ക് പകരം നമ്മൾ എക്സ് എഴുതി,
ഒ സിക്ക് വരെ എക്സ് പ്ലസ് എക്സ് എഴുതി 2x, കാരണം ഇവർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2x എന്ന് എഴുതി. എന്നിട്ട് ഇവരെ തമ്മിലൊന്ന്, ഇവർ തമ്മിലാണ് ഈക്വൽ, അപ്പോൾ ഇവരെ തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടി? സി ഡിയുടെ നീളം എന്ന് പറഞ്ഞാൽ എ ബിയുടെ 2 ടൈംസ് ആണെന്ന്. നമുക്ക് അതേപോലെ ബാക്കിയുടെ ചെയ്തെടുക്കാം. ഇ എഫ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ 3 ടൈംസ് ആയിരിക്കും കേട്ടോ. 1 2 3. ഇനി അടുത്തത് ജി എച്ച് എന്ന് പറഞ്ഞാൽ എ ബിയുടെ 4 ടൈംസ് ആയിരിക്കും. അപ്പോൾ അതൊരു സീക്വൻസ് ആയിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായി? എ ബി ആയിരിക്കും കോമൺ ഡിഫറൻസ് ആയിട്ട്. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 2ab നിന്ന് 1ab കുറച്ചാൽ 1ab, 3ab നിന്ന് 2ab കുറച്ചാൽ 1ab, 4ab നിന്ന് 3ab കുറച്ചാൽ 1ab. അപ്പോൾ ഈ 1ab എന്ന് പറഞ്ഞാൽ വെറും ab. ab ആണ് കോമൺ ഡിഫറൻസ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. എളുപ്പമല്ലേ? ഇച്ചിരി പാടാല്ലേ? കുഴപ്പമില്ല, 2-3 തവണ കേട്ടാൽ മതി. തന്നെ ചെയ്ത് നോക്കുക, പഠിച്ചോളും കേട്ടോ മക്കളെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.